എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗെറ്റ് സെറ്റ് ബേബി, ഹണ്ട്, ഡൊമിനിക്, ബാന്ദ്ര തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് അയറിൻ അറേബ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് അയറിൻ അറേബ്യ. ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, ഉർവശിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് അയറിൻ അറേബ്യയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് ഒരു വർഷം കഴിഞ്ഞു. മെയ് 1 സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗുഡ് ബൈ അങ്കിൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. അജിത്താണ് സിനിമയിലെ നായകൻ. ഗംഭീര റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ഹിറ്റാവുകയും ചെയ്തു. ഗുഡ് ബൈ അങ്കിൾ ഒരു ആക്ഷൻ മൂവിയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം സെക്കൻഡ് വീക്കിൽ ഗുഡ് ബൈ അങ്കിൾ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. റായ് ലക്ഷ്മി, അന്ന റെജി, അസ്ക്രാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മെയ് മാസം 1 DNA എന്ന സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്ത അപ്ഡേറ്റ് വീരധീര സൂര്യൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. വിക്രം, സുരാജ് വെഞ്ഞാറമൂടാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിരിക്കുകയാണ്. ഒറിജിനൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ഏപ്രിൽ മാസം 24 വീരധീര സൂര്യന്റെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നടികർ. ടോവിനോ തോമസ് ആണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. നടികർ ഒരു കോമഡി മൂവിയാണ്. സിനിമ ഇറങ്ങി കുറെ കാലമായി. ഇപ്പോഴാണ് OTT വരുന്നത്. മെയ് മാസം ഫസ്റ്റ് വീക്കിൽ നടികർ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് വേല സ്വന്തമാക്കിയത്. ഷെയ്നികം, സണ്ണി വെയിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയായിരുന്നു. പക്ഷേ സിനിമയുടെ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിനിമ ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മെയ് മാസം 1 വേല സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 325 കോടി ക്ലബിലാണ് എമ്പുരാൻ കയറിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് എമ്പുരാൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 24 എല്ലാ ലാംഗ്വേജിലും എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. പക്ഷേ എമ്പുരാൻ അതിനു മുന്നേ തന്നെ ലീക്കായി. ഇപ്പോൾ എമ്പുരാന്റെ HD പ്രിന്റ് എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബാന്ദ്രയ്ക്ക് കാത്തിരുന്ന് ആരാധകർ മടുത്തു. ആമസോൺ പ്രൈമാണ് ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഡിസംബറിലായിരുന്നു ആമസോൺ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടത്. പിന്നീട് യാതൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. ദിലീപും തമനയുമാണ് ബാന്ദ്രയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണ്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതോടുവിൽ ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. മെയ് മാസം 1 ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് ഗെറ്റ് സെറ്റ് ബേബി സ്വന്തമാക്കിയത്. അത്യാവശ്യം ചിരിക്കാൻ സിനിമയിലുണ്ട്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT അവകാശം ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ്, ആമസോൺ പ്രൈമാണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. പക്ഷേ മെയ് മാസം 1 ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് സിനിമ കാണാൻ ഇനി ആർക്കും തന്നെ താല്പര്യമില്ല. കാരണം സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്യുന്നില്ല. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടു. പക്ഷേ അവർ OTT റിലീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആരാധകർ ദേഷ്യത്തിലായിരിക്കുകയാണ്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഭാവനയാണ് ഹണ്ട് സിനിമയിലെ നായിക. ഇപ്പോഴിതാ പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. മെയ് മാസം 1 ഹണ്ട് എന്ന സിനിമ ആമസോൺ പ്രൈം, മനോരമ മാക്സ് രണ്ടിലും OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ പുതിയൊരു സിനിമയായിരുന്നു ഡൊമിനിക്. പക്ഷേ ഈ സിനിമയുടെ OTT മാത്രം വരുന്നില്ല. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചതെന്നാണ് റിപ്പോർട്ട്. പക്ഷേ അവർ ഇതുവരെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. ഡൊമിനിക്കിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ഗൗതം വാസുദേവാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഗോകുൽ സുരേഷ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡൊമിനിക് എന്ന സിനിമ മെയ് മാസം 1 റിലീസ്
റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.